ലോകത്തിലെ ഏറ്റവും വലിയ ഭൂപ്രദേശമുള്ള മഹത്തായ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് മോസ്കോ. റഷ്യ ഏകദേശം 1.7 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന രാജ്യമാണ്. ഈ മഹത്തായ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായി കരുതപ്പെടുന്ന മോസ്കോ ബലാറസിൻ്റെ കിഴക്ക് ഭാഗത്തും യുക്രൈനിൻ്റെ വടക്ക് ഭാഗത്തുമായാണ് സ്ഥിതി ചെയ്യുന്നത്. മോസ്കോ എന്ന റഷ്യയുടെ ക്യാപിറ്റൽ സിറ്റി രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മിതമായ ചൂട് കാലാവസ്ഥാ പ്രദേശമാണ്. എന്നാൽ ശീതകാലവും മോസ്കോയിൽ ഉണ്ടാകാറുണ്ട്. ഈ ശീതകാലം വളരെ കടുത്ത തണുപ്പ് നിറഞ്ഞതായിരിക്കും. നഗരത്തിൻ്റെ ഭൂപടം എടുത്തു നോക്കുമ്പോൾ മോസ്കോ വളരെ വലിയ പ്രദേശം ഉൾക്കൊള്ളുന്നില്ലെന്ന് കാണാം. മോസ്കോയുടെ മൊത്തം വിസ്തീർണം വെറും 2511 ചതുരശ്ര കിലോമീറ്ററാണ്. എന്നിരുന്നാലും ഈ ചെറിയ പ്രദേശത്ത് ജീവിക്കുന്ന ജനസംഖ്യ അത്യന്തം കൂടുതലാണ്. ഏകദേശം 1.9 കോടി ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നു. ഇതിന് അടുത്തുള്ള വലിയ നഗരം സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ആണ്. അവിടെ വെറും 60 ലക്ഷം പേർ മാത്രമാണ് ജീവിക്കുന്നത്. മോസ്കോ കഴിഞ്ഞ 850 വർഷങ്ങളിലധികമായി റഷ്യയുടെ തലസ്ഥാനമായി തുടരുന്നു. ഇത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചെറിയ വിസ്തീർണത്തിൽ ഇത്രയും ആളുകൾ താമസിക്കാൻ ഉയരം കൂടിയ കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ 100 കണക്കിന് ഉയരം കൂടിയ കെട്ടിടങ്ങൾ കാണുവാൻ സാധിക്കും. കെട്ടിടങ്ങൾക്ക് വാടക വളരെ കൂടുതലാണ് മോസ്കോയിൽ. സാധാരണ നിലവാരത്തേക്കാൾ കുറച്ച് മെച്ചമായ ഒരു 3 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് ഇവിടെ എടുക്കാൻ കുറഞ്ഞത് 1 ലക്ഷം റൂബിൾ ചെലവഴിക്കണം. ഇത് US ഡോളറിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം 1000 USD വരും. അതായത് മോസ്കോയിൽ താമസിക്കാൻ മാസത്തിൽ ഏകദേശം 80,000 രൂപ ചെലവ് വരും. എന്നാൽ കുറച്ചുകൂടി വില കുറഞ്ഞ അപ്പാർട്ട്മെൻറ്റുകൾ 50,000 റൂബിൾ മുതൽ ഇവിടെ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഈ അപ്പാർട്ട്മെൻറ്റുകൾ കുറഞ്ഞത് 20 വർഷം പഴക്കമുള്ളവയായിരിക്കും. കൂടാതെ ഈ കെട്ടിടങ്ങൾ നഗരകേന്ദ്രത്തിൽ നിന്ന് ഏറെ അകലെയോ അല്ലെങ്കിൽ വളരെ ചെറുതോ ആയിരിക്കും. മോസ്കോയ്ക്ക് സമീപം ഒരു കടൽ തീരം നമുക്ക് കാണുവാൻ കഴിയില്ല. പകരം നഗരത്തിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന മോസ്കോ നദിയാണ് നഗരത്തിന് സൗന്ദര്യവും വർഷം മുഴുവൻ റഷ്യൻ ജനങ്ങൾക്ക് വിനോദവും നൽകുന്നത്. ഈ നദിയിൽ നിരവധി ചെറുപാലങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതിനാൽ യാത്രക്കാരുടെ ഗതാഗതം വളരെ എളുപ്പമാണ്. മോസ്കോയുടെ ക്രെംലിൻ കൊട്ടാരം നഗരത്തിൻ്റെ ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് റഷ്യയുടെ ഏറ്റവും വലിയ പ്രതീകങ്ങളിൽ ഒന്നാണ്. റഷ്യ സന്ദർശിക്കുന്ന എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കാറുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഔദ്യോഗിക വസതി കൂടിയാണ്. നഗരത്തിൽ സുപ്രീം കോടതികളും ഭരണകൂട ഓഫീസുകളും സമ്പന്നരായ ഒലിഗാർക്കുകളുടെ വാസസ്ഥലങ്ങളും ഉള്ളതിനാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടെ സൈറൻ മുഴക്കുന്ന ആഡംബര വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുവാൻ സാധിക്കും. മോസ്കോ നഗരത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ബേസിൽ കത്തീഡ്രൽ മോസ്കോയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രശസ്ത പ്രതീകമാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ പ്രശ്നങ്ങൾ കാരണവും റഷ്യ യുക്രൈൻ യുദ്ധം കാരണവും ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ ഇവിടെ കുറഞ്ഞിരിക്കുകയാണ്. എങ്കിലും മോസ്കോ ജനസംഖ്യയും വിഭവ സമ്പത്തും കൊണ്ട് എല്ലായ്പ്പോഴും ജീവനുള്ളൊരു നഗരമായിട്ടാണ് കാണപ്പെടുന്നത്. മോസ്കോ നഗരത്തിൽ നിരന്തരം ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കാറുണ്ട്. അതൊക്കെ അവിടുത്തെ നാട്ടുകാർക്ക് സാധാരണ സംഭവങ്ങളായിരുന്നാലും വിദേശികളായ സന്ദർശകർക്ക് അതിശയകരമായ അനുഭവങ്ങളാണ്. വേനൽക്കാലത്ത് ജനങ്ങൾ ചെറു ഷർട്ടുകളിട്ട് തെരുവുകളിൽ നടക്കുകയും പാർക്കുകളിലും കഫേകളിലും നിറയുകയും ചെയ്യും. മോസ്കോയുടെ തെരുവുകളിൽ കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കുവാൻ ആളുകളെ എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം. ചിലർ പാർക്കുകളിലെ ബെഞ്ചുകളിൽ സംസാരിക്കുന്ന സമയത്ത് മറ്റ് ചിലർ ഫോട്ടോഗ്രാഫർമാരോടൊപ്പം ഫോട്ടോ എടുക്കുന്നുണ്ടാവും. ഈ നഗരത്തിൽ മോസ്കോയിൽ ഫോട്ടോഗ്രാഫിയുടെ ലോകം വളരെ സജീവമാണ്. എല്ലാ ആളുകളും, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഈ നഗരത്തിൽ ചിത്രങ്ങൾ എടുക്കുന്നത് വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. മോസ്കോയുടെ നിർമ്മിതികൾ പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. നഗരത്തിൽ ഭക്ഷണത്തിനും വിനോദത്തിനും 100 കണക്കിന് ഓപ്ഷനുകളുണ്ട്. ഈ നഗരത്തിലുള്ള സ്ലോവിക് ജനങ്ങളുടെ സൗന്ദര്യം ലോകമെങ്ങും പ്രശസ്തമാണ്. വെളുത്ത ത്വക്ക്, മഞ്ഞ നിറമുള്ള മുടി, നീല അല്ലെങ്കിൽ പച്ച കണ്ണുകളെല്ലാം അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്നു. മോസ്കോയിൽ വരുമാന സാധ്യതകൾ വളരെ കൂടുതലാണ്. മോസ്കോയിൽ സുഖകരമായ ജീവിതം നയിക്കാൻ കുറഞ്ഞത് 4000 മുതൽ 5000 ഡോളർ വരെ ഒരു മാസത്തിൽ ചിലവ് വരും. അതുകൊണ്ട് ചിലർ മോസ്കോയ്ക്ക് സമീപമുള്ള വ്ളാഡിമിർ അല്ലെങ്കിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പോലെയുള്ള നഗരങ്ങളിൽ താമസിക്കുവാൻ ശ്രമിക്കുന്നു. മോസ്കോയിൽ നിരവധി സർവകലാശാലകൾ ഉള്ളതിനാൽ യുവജനങ്ങൾ പഠനത്തിനായും ഇവിടെ എത്തുന്നുണ്ട്. റഷ്യ പ്രധാനമായും ഓർത്തഡോക്സ് ക്രിസ്ത്യൻ രാജ്യമാണെങ്കിലും ജനങ്ങളുടെ വസ്ത്രധാരണം, ജീവിതശൈലി എന്നിവയിൽ ഒന്നിലും ഇവ ബാധിച്ചു കണ്ടിട്ടില്ല. നഗരങ്ങളിൽ ഭൂരിഭാഗവും സംഗീതം, നൃത്തം, ഉത്സവങ്ങൾ എന്നിവ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. മോസ്കോയുടെ തെരുവീഥികളിൽ സ്ട്രീറ്റ് മ്യൂസീഷ്യന്മാർ എല്ലായിടത്തും സംഗീതം അവതരിപ്പിക്കുന്ന കാഴ്ച എപ്പോഴും സർവ്വസാധാരണമാണ്. വൈകുന്നേരങ്ങളിൽ മോസ്കോ നദിയുടെ കരകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ചിലർ പാർക്കുകളിൽ സമയം ചിലവഴിക്കുമ്പോൾ ചിലർ കാറുകളുടെ ബൂട്ടിലിരുന്ന് ഭക്ഷണപാനം ആസ്വദിക്കുന്ന കാഴ്ച അവിടെ സർവ്വസാധാരണമാണ്. മോസ്കോയുടെ ജനസംഖ്യയിൽ പ്രായമായവർ വളരെ കുറവാണ്. തെരുവുകളിൽ കൂടുതലും യുവാക്കളെയാണ് കാണുവാൻ സാധിക്കുക.
നഗരത്തിൻ്റെ അഭിമാനമായാണ് മോസ്കോ മെട്രോകൾ കരുതപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ നെറ്റ്വർക്കുകളിൽ ഒന്നായ മോസ്കോ മെട്രോ 160-ലധികം സ്റ്റേഷനുകളും 11 ലൈനുകളും ഉൾക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ ആഡംബരമായ ശില്പകല സോവിയറ്റ് കാലത്തിൻ്റെ പൈതൃകമാണ്. അതുപോലെ മോസ്കോയിൽ ആഡംബര കാറുകളുടെ എണ്ണവും അതിശയകരമാണ്. ഫെറാറികൾ, ലംബോർഗിനികൾ, മേഴ്സിഡിസുകൾ, മറ്റ് കാറുകൾ എല്ലാം എല്ലായിടത്തും കാണാം. സമ്പന്നർ താമസിക്കുന്ന മലായ ബുനായ സ്ട്രീറ്റിലും വില കൂടിയ ഷോപ്പിംഗ് സെൻ്ററുകളും ആഡംബര ജീവിതവും കാണുവാൻ സാധിക്കും. മോസ്കോ ഒരു ബഹുജാതി നഗരമായതിനാൽ ഇംഗ്ലീഷിലൂടെയുള്ള ആശയവിനിമയം ഇവിടെ വളരെ എളുപ്പമാണ്. ഭക്ഷണങ്ങളിലും വലിയ വൈവിധ്യങ്ങൾ കാണുന്നുണ്ട്. വിവാഹങ്ങൾ പോലും മോസ്കോ നദിയുടെ കരയിൽ നടക്കുന്നത് സർവ്വസാധാരണമാണ്. വിവാഹങ്ങൾ വളരെ സിമ്പിളായാണ് ഇവിടെയുള്ളവർ നടത്താറ്. ഇന്നത്തെ രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും മോസ്കോ ജീവനുള്ളതും സുരക്ഷിതവുമായ നഗരമായി കണക്കാക്കപ്പെടുന്നു. ആളുകളുടെ മുഖത്ത് ഭയമില്ല, ആത്മവിശ്വാസം മാത്രം.